എല്ലാവർക്കും വന്ദനം. ഈ ആഴ്ച മുഴുവനും കർത്താവിൻ്റെ അത്ഭുതകരമായ കരം നമ്മൾ കണ്ടു. നമ്മൾ കർത്താവിനെ കാണുന്നില്ലെങ്കിലും കർത്താവ് ഉറങ്ങാത്ത മയങ്ങാത്തവനായി നമ്മുടെ ഓരോ നിമിഷങ്ങൾ കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുതന്നെ നമ്മുടെ ഭയവുമായി മാറണം. ജോസഫ് പറയാണ്, ഞാൻ ദൈവത്തോട് പാപം ചെയ്യില്ല. 139 സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നതും അറിയുന്നു. എൻ്റെ നിരൂപണങ്ങൾ, ചിന്തകൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. ഞാൻ എവിടെ ഒളിച്ചാലും അവിടെ നീ എൻ്റെ കൂടെയുണ്ട്. ഇരുട്ട് പോലും നിനക്ക് മറവല്ല. ഞാൻ അമ്മയുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിന് മുമ്പേ നിന്റെ പുസ്തകത്തിലെല്ലാം എഴുതി വച്ചിരുന്നു. ദൈവമേ, നിനക്കൊന്നും മറവല്ല. എത്ര മനോഹരമായ സങ്കീർത്തനമാണ്. അതാണ് ദൈവം. ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നു, ഇന്നുമുണ്ട്, നാളുകളിലുമുണ്ട്. മാറ്റമില്ലാത്ത ദൈവം, മരണമില്ലാത്ത ദൈവം, വാക്കു പറഞ്ഞാൽ പാലിക്കുന്ന ദൈവം. ആ ദൈവത്തെ നമ്മുടെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാൻ കഴിഞ്ഞു. കോടിക്കണക്കിന് ദൈവത്തിൽ ഒരു ദൈവത്തെയല്ല നമ്മൾ സേവിക്കുന്നത്, ഒരേ ഒരു ദൈവം നമ്മുടെ പിതാവായി മാറി. അതിൻ്റെ കാരണം യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവനെ തന്ന് നമുക്കൊരു പിതാവിനെ പരിചയപ്പെടുത്തി. സകലർക്കും പിതാവാകേണ്ടതിന് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നു. ആ തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ എന്ന് റോമലേഖനം 8 പറയുന്നു. പുത്രനെ തന്നെങ്കിൽ പുത്രനോട് കൂടെ സകലതും. യേശു ഉണ്ടോ, ബാക്കി എല്ലാം പുറകെ വരുമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പുത്രനോടുകൂടെ. യേശുവിനെ തരാമെങ്കിൽ ബാക്കി എന്തും തരാം. നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക, ഭൂമിയുടെ അറ്റം വരെ തരാം, രാജ്യങ്ങളെ തരാം. പിന്നെ എന്നെ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? എന്തും തരാൻ കഴിവുള്ള കർത്താവ്. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും നമുക്ക് ആശ്രയം വെക്കാം. ബൈബിളിൽ വായിക്കുന്നു, ഒരുവൻ ഒരു നിധി കണ്ടിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ നിധി വാങ്ങിയെന്ന്. അല്ലെങ്കിൽ ആ വയൽ വാങ്ങി. വയലിൽ ഒളിച്ചു വെച്ച ഒരു നിധി അവൻ കണ്ടു. ആ നിധി അവൻ മറച്ചു വെച്ചു. എന്നിട്ട് പോയി തനിക്കുള്ളതെല്ലാം വിറ്റു. പട്ടണത്തിലുള്ള വീട്, കെട്ടിടങ്ങള്, അവൻ്റെ മറ്റു പല തോട്ടങ്ങളെല്ലാം വിറ്റിട്ട്, അപ്പം ഈ വയൽ ചിലപ്പോൾ 1 ഏക്കർ സ്ഥലമായിരിക്കും, വളരെ കുറഞ്ഞ വിലയുള്ളൊരു വയൽ. അത് ചോദിച്ചപ്പോൾ ആ വീട്ടുകാരൻ പറയുന്നത് അത് കൊടുക്കൂലെന്ന്. ആ വയൽ കൊടുക്കൂല, അത് ഞങ്ങളുടെ കുടുംബ സ്വത്താണ്, ഞങ്ങൾക്ക് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേട്ടാ 1 ലക്ഷം രൂപ തരാം. തരില്ല. 10 ലക്ഷം തരാം. തരില്ലെന്നല്ലേ പറഞ്ഞ്. ചേട്ടാ 50 ലക്ഷം തരാം. തരില്ല. ചേട്ടാ 1 കോടി തരാം. അപ്പം അയാൾക്ക് തമാശയായി. ഇവന് വട്ടായിരിക്കും, എന്നാ ഒരു 10 കോടി താ. ഞാനൊരു ഭാവന പറയുകയാണ്. അങ്ങനെ അവൻ പോയി തനിക്കുള്ളതെല്ലാം വിറ്റു. ദേശത്തെ വലിയ സമ്പന്നനാണ്. അവനുള്ളതെല്ലാം പോയി വിറ്റപ്പോൾ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, ഇവൻ്റെ കുടുംബസ്വത്ത് വിറ്റു, നാട്ടിലുള്ളത് വിറ്റു, എല്ലാം അവൻ്റെ മക്കളുടെയും അവൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി കരുതിയതെല്ലാം വിറ്റ് അവൻ ഒരു ഏക്കർ, 1000 ഏക്കർ വിറ്റിട്ട് 1 ഏക്കർ വാങ്ങുന്നു. അതും വെറും തരിശു ഭൂമി. അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? എന്നാൽ അവന് മാത്രം ഒരു കാര്യം കാണാൻ കഴിഞ്ഞു. അതിനകത്ത് ഒരു നിധി കണ്ടു. വയലിൽ ഒളിച്ചു വെച്ച നിധി. അതിനകത്തൊരു നിധി ഉണ്ടായിരുന്നു. അതായത് അവൻ വിറ്റതിനേക്കാൾ 10,000 മടങ്ങ് അവനെ സമ്പന്നനാക്കാൻ കഴിയുന്ന ഒരു നിധി കണ്ടിട്ടാണ് ആ ജ്ഞാനിയായ ബുദ്ധിയുള്ള മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റത്. ഒരു യഹൂദന്മാരുടെ ഒരു പഴമൊഴിയുണ്ട്, മെഴുകുതിരി വാങ്ങാൻ വേണ്ടി സൂര്യനെ വിൽക്കരുത്. നമ്മുടെ കയ്യിൽ ഏറ്റവും വലുത് കിട്ടി, എന്നിട്ട് നിസ്സാരമായ കാര്യത്തിന് വേണ്ടി ഇനി ഈ നിധി നമ്മൾ വിൽക്കരുത്. വെറും ഒരു മെഴുതിരിക്ക് വേണ്ടി സൂര്യനെ വെക്കുന്നുവോ? യഹൂദന്മാരുടെ പഴമൊഴിയാണ്. ഇതുപോലെ നമുക്ക് ലഭിച്ച ഏറ്റവും വിലയേറിയത് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് കളയരുത്.
ഈ കൃപ, ഈ യേശു, ഈ പരിശുദ്ധാത്മാഭിഷേകം, ഈ ദൈവിക അനുഭവം, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിസാരമായ ചില ബന്ധങ്ങൾക്ക് വേണ്ടി നീ കളയരുത്. മെഴുതിരിക്ക് വേണ്ടി നീ സൂര്യനെ വിൽക്കരുത്. നിനക്ക് ലഭിച്ചത് ഏറ്റവും വിലയേറിയതാണ്. അത് കൃപയാൽ ലഭിച്ചതാണ്. നീ നിധി കണ്ടതല്ല. ആ നിധി നിന്നെ തേടി വന്നതാണ്. സഞ്ചരിച്ച് നിന്റെ അടുക്കലേക്ക് വന്ന നിധിയാണ്. ദൂരെ നിന്ന്, കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ വന്ന് കുമ്പിട്ട് നമസ്കരിച്ച് പൊന്ന്, മീറ്, കുന്തിരിക്കം കാഴ്ചവെച്ചത്, വീണവനെ നമസ്കരിച്ചു. അവരൊരു നിധി കണ്ടു. പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു നിധി. ആട്ടിടയന്മാർ ഒരു പാട്ട് കേട്ടു. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം. എന്നിട്ട് ആ ദൂതന്മാര് പറഞ്ഞു, ഒരു നിധി ഈ ഭൂമിയിലേക്ക് പറന്നിട്ടുണ്ട്. അതിൻ്റെ അടയാളം ശീലകളിൽ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടക്കുന്നു. വയലിൽ ഒളിച്ചു വെച്ച നിധി പോലെ യേശു കർത്താവ് വന്നു. കണ്ടെത്തിയവർ ചുരുക്കമാണ്. കിഴക്ക് നിന്ന് 3 പേര് ജ്ഞാനികൾ വന്നു. തൊട്ടടുത്തുള്ള മഹാപുരോഹിതന്മാർക്ക് കാണാൻ പറ്റിയില്ല. ശിമയോനെ ആത്മനിയോഗത്തിൽ ദേവാലയത്തിൽ വന്ന നിധിയെ കയ്യിലേന്താൻ കഴിഞ്ഞു. ഇന്ന് കൃപയാൽ ആ നിധി നമ്മുടെ ഉള്ളിലേക്ക് വന്നു. യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ ആ നിധി നമ്മിലേക്ക് കടന്നു വന്നു. അതൊരു വലിയ നിക്ഷേപമാണ്. നമ്മുടെ മൺപാത്രങ്ങളിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈ നിധി വസിക്കുന്നു. ഈ വലിയ പദവിയെ തള്ളിക്കളയരുത്. കർത്താവിനെ ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും സ്നേഹകരം. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും സ്നേഹകരം. ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ, ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ, ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ, ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ, പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കൂ. ക്രൂശിൻ സ്നേഹം പെറ്റമ്മ പോലെ
എൻ ചാരത്തും സ്നേഹകരം മരുഭൂമിയിൽ വാടി തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ മരുഭൂമിയിൽ വാടി തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ ഇവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം നന്ദിയപ്പാ പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം ആയതിനാലും ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരത്തും സ്നേഹകരം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരത്തും സ്നേഹകരം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ മോശയുടെ ആ മുൾപ്പടർപ്പിൻ്റെ ചരിത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം മുൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന് മോശയെ കാത്തിരിക്കുകയാണ്. മോശ നടന്ന് മുൾപ്പടർപ്പ് കത്തുന്നതും വെന്തുപോകാത്തതുമായ വലിയ കാഴ്ച കണ്ട് നടന്ന് അങ്ങോട്ട് ചെല്ലുകയാണ്. സാധാരണ തീയിട്ടാൽ 10-15 മിനിറ്റ് കൊണ്ട് മുൾപ്പടർപ്പുകൾ കത്തിപ്പോകും. ആട്ടിടയന്മാർ തീയിട്ട് അതിനെ കരിച്ചു കളയും. ക്ഷുദ്രജീവികൾ ഓടിപ്പോവും, അല്ലെങ്കിൽ അതോടെ തീർന്നു പോകും. ആടുകൾക്ക് സുഗമമായിട്ട് അവിടെ മേയാൻ കഴിയും. എന്നാൽ ഈ മുൾപ്പടർപ്പിൻ്റെ പ്രത്യേകത, ആരും തീയിട്ടതല്ല, അവിടെ തീയിടാൻ ആരുമില്ല. മാത്രമല്ല, ഒന്ന് ആരും തീയിട്ടതല്ല, മനുഷ്യനിട്ട തീയല്ല. 2, ഈ തീ ആളി കത്തുന്നു, എന്നാൽ ഈ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. മോശ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തീ കാണുന്നത്. കത്തിയിട്ടും മുൾപ്പടർപ്പിന് കേടുവരുന്നില്ല. മോശയുടെ ജീവിതം ഒരു മുൾപ്പടർപ്പ് പോലെയാണെന്ന് അവനെ അറിയാം. ഒരു ഫലവുമില്ല. മരുഭൂമിയിലെ മുൾപ്പടർപ്പിന് തുല്യമാണല്ലോ എൻ്റെ ജീവിതം. നീണ്ട 40 കൊല്ലം നല്ല സമയം മുഴുവൻ ഈ മരുഭൂമിയിൽ തീർന്നു, ഫലമില്ലാതെ. അമ്മായിയപ്പൻ്റെ ആടിനെ മേയിച്ചു. ഞാനും ഈ മുൾപ്പടർപ്പ് ഒരുപോലെയാണല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് അവനൊരു കാഴ്ച കാണുന്നത്. മുൾപ്പടർപ്പ് കത്തുന്നു, വെന്തു പോകുന്നില്ല. അന്ന് മോശയെ ദൈവം ഒരു പാഠം പഠിപ്പിക്കുകയാണ്. എന്താണ്? മകനെ, കത്തിത്തീരാത്ത, കത്തുന്തോറും ബലം കൂടുന്ന മറ്റൊരു തീയുണ്ട്. ആ തീയാണ് ഞാൻ നിന്റെ 80-ാമത്തെ വയസ്സിൽ നിന്നെ പരിചയപ്പെടുത്തുന്നത്. നിനക്ക് മിസ്രൈമിലെ മുഴുവൻ അഭ്യാസം അറിയാം. മിസ്രൈമിലെ തീ അറിയാം, മരുഭൂമിയിലെ തീ അറിയാം, അടുക്കളയിലെ കനലിലെ തീ അറിയാം. നീ ഒത്തിരി തീയിലൂടെ പോയവനാണ്.
എന്നാൽ വ്യത്യസ്തമായ ഒരു തീയും കൂടിയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ തീയെ മോശയെ പരിചയപ്പെടുത്തുന്നത് 80-ാമത്തെ വയസ്സിലാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവെന്ന തീയെ നമുക്ക് വേണ്ട രീതിയിൽ പരിചയപ്പെടാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് അതിനായിട്ട് ദാഹിക്കുക. യേശുവിനെ കുറിച്ച് സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ അവനോ നിങ്ങളെ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. തീയിൽ സ്നാനം കഴിപ്പിക്കാൻ കഴിവുള്ളവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. കുനിഞ്ഞവൻ്റെ ചെരുപ്പിൻ്റെ ആ ലേസ് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ കളത്തെ വെടിപ്പാക്കി നല്ലതിനെ കളപ്പുരയിൽ കൂട്ടിവെക്കും, പതിരായിട്ടുള്ളതിനെ, വേസ്റ്റായിട്ടുള്ളതിനെ തീ കൊണ്ട് കത്തിച്ചു കളയും. എന്നാൽ അവന് വേറൊരു തീയുണ്ട്. ആ തീ മുക്കിയെടുക്കുന്ന തീയാണ്. അത് പതിരിനെ കത്തിക്കുന്ന തീയല്ല. സ്നാപക യോഹന്നാന്റെ ഈ പ്രസംഗമാണ് രക്തസ്രാവക്കാരത്തിയും ശതാധിപനൊക്കെ കേട്ടിട്ട് അവരുടെ ജീവിതം മാറിയത്. ശതാധിപൻ പറഞ്ഞു, നീ എൻ്റെ പുരക്കകത്ത് പോലും വരണ്ട, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. യോഹന്നാൻ പറഞ്ഞ ആളല്ലേ, അങ്ങനെ എഴുതിയിട്ടില്ല, ഞാൻ കൂട്ടി വായിച്ചതാണ്. ബൈബിൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ശതാധിപൻ എവിടെ നിന്ന് കേട്ടു? ആ ദേശത്തുള്ള എല്ലാവരും വന്ന് യോഹന്നാന്റെ പ്രസംഗം കേട്ടു. പട്ടാളക്കാർ കേട്ടു, സാധാരണ ആൾക്കാർ കേട്ടു, പരീശന്മാർ കേട്ടു. യോഹന്നാൻ അവരെ ചേർത്ത് വിളിച്ചു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങളെ പഠിപ്പിച്ചത്, ഉപദേശിച്ചത് ആര്? എന്നിട്ട് പറഞ്ഞു, എന്നേക്കാൾ ബലവാനായവൻ എൻ്റെ പുറകെ വരുന്നു. യേശുവിനെ വ്യക്തമായിട്ട് അവിടെ യോഹന്നാൻ പ്രസംഗിച്ചു. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമാണ്, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ വെറും വിളിച്ചു പറയുന്ന ശബ്ദം മാത്രം. അങ്ങനെ യേശുവിനെ ആ കരയിൽ, ആ ദേശത്ത്, ആ കാലഘട്ടത്തിൽ പരിചയപ്പെടുത്തിയത് യോഹന്നാനാണ്. യോഹന്നാൻ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല. എന്നാൽ യോഹന്നാന്റെ പ്രസംഗത്തിൽ വിശ്വസിച്ചവർ അത്ഭുതങ്ങൾ കണ്ടു. അത് യോഹന്നാനാണ് കാരണം. യേശുവിലേക്ക് വന്നു. രക്തസ്രാവക്കാരത്തി പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞു ചെന്ന് ആ വസ്ത്രത്തിൻ്റെ തൊങ്ങല് തൊട്ടു, സൗഖ്യമായി പറഞ്ഞു. അവൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ വിശ്വാസം? ശതാധിപൻ പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ പോലും വരണം, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. എവിടെ നിന്ന് കിട്ടി? യോഹന്നാന്റെ പ്രസംഗത്തിൽ. ഒത്തിരി പേര് ഭർത്യമായി നിലവിളിച്ചു. ഭർത്യമായി ജനങ്ങളോട് ചോദിച്ചു, ആരാണ് ആ കടന്നു പോകുന്നത്? കാഴ്ചയില്ലാത്തവൻ അവിടെ ഭിക്ഷയാചിക്കുമ്പോൾ. അത് നസറേനായ യേശു, നസറേത്തുകാരൻ, ആശാരി, ആ നിലയിലാണ് കൂടെ പോകുന്നവർ പറഞ്ഞത്. എന്നാൽ ഭർത്യമായി വിളിച്ചതോ, ദാവീദ് പുത്ര, അതായത് മശിഹായേ, യോഹന്നാൻ വിളിച്ചു പറഞ്ഞവനെ എന്നോട് കരുണ തോന്നണം. അവൻ സൗഖ്യമായി യേശുവിനെ അനുഗമിച്ചു. അവൻ കാഴ്ചയുള്ളവനായി. അവൻ അവൻ്റെ പുതപ്പെറിഞ്ഞു കളഞ്ഞു. ജീവിതം മാറി. കാരണം യേശുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ പലതും എത്തിപ്പിടിക്കാൻ കാരണമാകുന്നത്. ഇവിടെ ഈ മുൾപടർപ്പ് കത്തിത്തീരുന്നില്ല. പുതിയ തീ. യേശു ഈ ഭൂമിയിൽ വന്നിട്ട് തീ കത്തിക്കുകയാണ്. യേശു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു. അതിൻ്റെ അവിടുത്തെ അർത്ഥമെന്ന് പറയുന്നത് അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, ന്യായവിധിയുടെ തീയാണ്. എന്നാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു വന്നത് ഒരു തീയിടാൻ തന്നെയാണ്. എന്താണ്? ഉണർവിൻ്റെ തീ. അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, എങ്കിലും എനിക്കൊരു സ്നാനമേൽക്കണം. ക്രൂശ് മരണമെന്ന സ്നാനത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ആ സ്നാനത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റിട്ട് യേശു പറയുന്നത് പരിശുദ്ധാത്മാവെന്ന തീ വരും. അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ദാഹിക്കുന്നവരോടൊക്കെ കർത്താവ് പറഞ്ഞു, എൻ്റെ അടുത്തോട്ട് വാ,
നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകും. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശുവിൻ്റെ പ്രസംഗങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നിഴലിച്ചെന്നത്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് വരും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. മറ്റൊരിടത്ത് യേശു പറഞ്ഞു, മനുഷ്യപുത്രനെ കുറിച്ച് എന്ത് ദോഷവും പറഞ്ഞാലും ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാലോ വരുവാനുള്ള ലോകത്തിൽ, ഈ ലോകത്തിലും ക്ഷമ കിട്ടില്ല. എന്നേക്കാൾ ഗൗരവമാണ് പരിശുദ്ധാത്മാവ്, എന്നേക്കാൾ ശക്തിയോടെ അവൻ പ്രവർത്തിക്കും. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും പരിശുദ്ധാത്മാവ് വരുന്നത് കൊണ്ടും നിങ്ങൾ അനാഥരല്ല, ഞാൻ ചെയ്തതിനേക്കാൾ അധികം നിങ്ങൾ ചെയ്യും. അങ്ങനെ ഭയങ്കരമായ പ്രതീക്ഷയാണ് പരിശുദ്ധാത്മാവിൽ ഉള്ള ആ കൃപയെക്കുറിച്ച് യേശു അവർക്ക് കൊടുത്തത്. സുവിശേഷങ്ങളെല്ലാം ചേർത്ത് വായിച്ചാൽ നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയും. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളെ കത്തിക്കയറാൻ പോകുന്ന ആത്മാവിൻ്റെ തീയെ കൂടുതൽ വിശ്വസിക്കുക. നിങ്ങളിലുള്ളവൻ ആ തീ ആയിരങ്ങൾക്ക് വിടുതൽ കൊണ്ടുവരാൻ, നിങ്ങളുടെ നിഴല് പോലും അത്ഭുതമാക്കാൻ, നിങ്ങളുടെ മുമ്പിൽ അത്ഭുതങ്ങൾ മാത്രം ചെയ്യാൻ ശേഷിയുള്ള ഒരു തീയാണ് ഇന്ന് നമ്മളിൽ കത്തുന്നത്. നമ്മൾ തന്നെ പറയാറില്ലേ, ഞങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കുന്നെന്ന് അറിയില്ല. ഒരു തീ കത്തുന്നുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ മുൾപടർപ്പ് നമ്മളാണ്. കത്തുന്നു, തീർന്നു പോകുന്നില്ല. ഈ കാഴ്ച ഒത്തിരി പേര് കാണുകയാണ്, അയൽവാസികൾ കാണുകയാണ്, ബന്ധുക്കൾ കാണുകയാണ്. ഇത്രയും കടമുണ്ടായിട്ട് ഇവളെന്താണ് തീർന്നു പോകാത്തത്? ഇത്രയും രോഗം വന്നിട്ടും ഇവളെന്തുകൊണ്ടാണ് കത്തിത്തീരാത്തത്? ഈ തീ വേറെയാണ്. ഇത് തീർന്നു പോകുന്നതല്ല, നിലനിർത്തുന്ന തീയാണ്. ഈ തീ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കട അവിടെ തന്നെ ഉണ്ടാകും, എന്നാൽ ഭാരമൊക്കെ മാറിപ്പോകും. ഈ തീ നിന്ന് കത്തും. രോഗത്തിൻ്റെ നടുവിലും ഈ തീ നിന്ന് കത്തും. ഒത്തിരി പ്രതികൂലങ്ങളുടെ നടുവിലും ഈ തീ ആളിക്കത്തും. എന്നാൽ മറ്റുള്ള തീ പോലെ കെടുത്തി ചാരമാക്കി കളയില്ല, അവിടെ നിലനിർത്തും. നിലനിർത്തുന്ന ഒരു തീ. ഈ കാഴ്ചയാണ് മോശയെ അമ്പരപ്പിച്ചത്. ഇതുപോലെ നിങ്ങളെയും എന്നെയും അമ്പരപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ആളിക്കത്തുവാൻ, ഇത് കണ്ടിട്ട് അനേകർ നമ്മുടെ അടുക്കിലേക്ക് വരാൻ കാരണമായി തീരട്ടെ. യേശുവിനെ അറിയുവാൻ, തീരുമാനങ്ങൾ പുതുക്കുവാൻ നമ്മളാകുന്ന മുൾപടർപ്പ് കാരണമാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ഈ തിരുവെഴുത്തുകൾ കേട്ട ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു പുതിയ ആത്മാവിൻ്റെ തീ ആളിക്കത്തുവാൻ, ഉണർവിൻ്റെ തീ ആളിക്കത്തുവാൻ, ഈ സീസന്റെ മോശയായി എഴുന്നേറ്റ് വരാൻ ഓരോ വ്യക്തികൾക്കും ഈ ദർശനം കാരണമാകണം, ഈ ദൈവവചനം കാരണമാകണം. ഈ സീസന്റെ മുൾപടർപ്പുകൾ എത്ര തീ കത്തിയിട്ടും വെന്തു പോകുന്നില്ല. ദൈവശബ്ദത്തിൻ്റെ ഒരു മുൾപടർപ്പായി അനേക ജീവിതം തീർന്നു എന്ന് പറയുന്ന മോശമാരെ മാറ്റിമറിക്കുന്ന ഒരു മുൾപടർപ്പായി ഓരോ വ്യക്തികളെ അങ്ങ് മാറ്റി മറിക്കണമേ. പരിശുദ്ധാത്മാവ് അവരിൽ ചലിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു തിരിവുണ്ടാകട്ടെ, പുതുക്കമുണ്ടാകട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, ദൈവകൃപയുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുവാൻ ഓരോ വചനങ്ങളും കാരണമാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി ഇനിയും തുടരും. നാളുകൾ ഇത് മുന്നോട്ട് പോകും. ഈ പ്രാർത്ഥനകളിൽ എല്ലാ ദിവസവും പങ്കെടുക്കുവാൻ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. മാത്രമല്ല, ഒരു ദിവസം രാവിലെ കാണാൻ പറ്റിയില്ല, അന്ന് തന്നെ ജീസസ് എവരിയുടെ കണ്ടില്ലെങ്കിലും മറ്റേതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എല്ലാ ദിവസവും തുടർമാനമായി കാണണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടത് ഈ വചനങ്ങളിൽ നിന്ന് ലഭിക്കും. അപ്പോസ്തല പ്രവൃത്തി പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കും. ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറാം. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം പ്രൈസ് ജനറേഷനിൽ വെച്ച് രാവിലെ 8 മണിക്കുണ്ട്. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ, ഞങ്ങളെ പല നാടുകളിൽ നിന്ന് ശ്രദ്ധിക്കുന്നവർ കേരളത്തിൽ വരുമ്പോൾ പ്രൈസ് ജനറേഷൻ ചർച്ച് ഒരു സഭായോഗമെങ്കിലും പങ്കെടുക്കാൻ വരാതിരിക്കരുത്. രാവിലെ എല്ലാ ഞായറാഴ്ച രാവിലെ 8 മണിക്കാണ്. നിങ്ങളെ ഒന്ന് കാണാനും തമ്മിലൊന്ന് കണ്ട് പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.